നിഷാദ് തുടരുന്നുണ്ട്. നിഷാദ്, നമ്മൾ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതാണ്, മുണ്ടക്കൈ എന്ന ഒരു നാടപ്പാടെ മണ്ണടരുകളിലേക്ക് മാഞ്ഞു പോകുന്ന അങ്ങേയറ്റം വിവരണാതീതമായ സങ്കട കാഴ്ചകളാണ്. അപ്പോൾ അവിടെ തകർന്നു കിടക്കുന്ന വീടുകൾക്കുള്ളിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ ഉണ്ട് എന്ന സംശയം രക്ഷാപ്രവർത്തകർക്കൊക്കെ ഉണ്ടോ? അപ്പോൾ അത് കണ്ടെത്താൻ ഈ തെർമൽ റഡാർ വന്നതിന് ശേഷം എത്ര കണ്ട കാര്യത്തിൽ തെരച്ചിലൊരു പുരോഗതി ഉണ്ട് നിഷാദ്? സൈഫു, സത്യത്തിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇതിൻ്റെ ഏറ്റവും എഫക്റ്റഡ് ഏരിയ ആയ മുണ്ടക്കയിലാണ്. മുണ്ടക്കയിൽ ഇന്നിപ്പോൾ ഈ തെർമൽ റഡാറുകളൊപ്പം നായകൾ മണം പിടിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ സ്പോട്ടുകൾ മാർക്ക് ചെയ്ത് രാവിലെ തെരച്ചിൽ നടത്തിയിരുന്നു. ഇപ്പോൾ വൈകുന്നേരം സമയം 4 മണി കഴിഞ്ഞിട്ടും ആ നിലയ്ക്കുള്ള റിസൾട്ട് സത്യത്തിൽ ഇവിടെ നിന്നില്ല എന്ന് പറയാം. ആകെ ഒരു ബോഡിയാണ് ഇന്ന് ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ നോക്കൂ, ഏറ്റവും വലിയ അപകടം നടന്ന മേഖല ഇതാണ്. വലിയ വീടുകളുണ്ടായിരുന്ന, ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന, ഒരുപാട് ആളുകൾ അപകടത്തിൽ പെട്ടു എന്ന് കരുതുന്ന, ഇപ്പോഴും ഏതെങ്കിലും നിലയ്ക്ക് ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ആശുപത്രികളിൽ അഡ്മിറ്റ് ആയതോ മരിച്ചവരുടെ പട്ടികയിലോ ഇല്ലാത്തതായിട്ടുള്ള ആളുകളെ, മിസ്സിംഗ് ആയിട്ടുള്ള 190ഓളം ആളുകളുണ്ട്. അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാന അന്വേഷണം നടക്കുന്നത് ഇവിടെയാണ്. ഇന്നിപ്പോൾ നടത്തിയിട്ടുള്ള ഈ മെഷീനറി ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലൊന്നും ആ നിലയ്ക്ക് ഫലപ്രദമായിട്ടില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടിപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ സൈന്യം വീണ്ടും തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് താഴെ അവിടെ ഇനിയിപ്പോൾ മാന്തി നോക്കാൻ പോവുകയാണ്. ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന ഈ സ്ഥലം എന്ന് വെച്ചാൽ ഈ മുണ്ടക്കൈ അങ്ങാടിയാണ്. നിങ്ങൾ ഈ വിഷ്വൽ കാണുന്നുണ്ടെങ്കിൽ ഇത് മുണ്ടക്കൈ അങ്ങാടിയാണ്. ഈ അങ്ങാടിയിൽ കുറേയധികം കടകളുണ്ടായിരുന്നു, അതിന് ചുറ്റും കുറേ വീടുകളുണ്ടായിരുന്നു. സജീവമായ ഒരു പ്രദേശമായിരുന്നു. പാർട്ടി കമ്മിറ്റി ആഫീസുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു 1.5 കിലോമീറ്റർ മുകളിൽ നമുക്കിവിടെ നോക്കിയാൽ ഇതിൻ്റെ പ്രഭോഗത്തിനും കാണാം. അതായത് 2 മലകൾക്കിടയിലുള്ള ഒരു സ്ഥലത്ത് നിഷാദിൻ്റെ കണക്ഷനിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. പെട്ടെന്ന് മാറ്റി കണക്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മുണ്ടക്കൈ അങ്ങാടിയിലാണ് ഇപ്പോൾ നിഷാദ് ഉള്ളത്. നിഷാദ് സൂചിപ്പിക്കുകയായിരുന്നു, ആ മുണ്ടക്കൈ അങ്ങാടി അത്രമേൽ സജീവമായി, തലേ ദിവസം രാത്രി ഒരു 12 മണി വരെയൊക്കെ സജീവമായിരുന്ന ഒരു അങ്ങാടിയായിരുന്നു. അവിടെ പാർട്ടി ഓഫീസുകൾ ഉണ്ടായിരുന്നു, അവിടെ പള്ളി ഉണ്ടായിരുന്നു, അമ്പലമുണ്ടായിരുന്നു, മദ്രസയുണ്ടായിരുന്നു. അവിടെ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരുന്ന് തമാശ പറഞ്ഞ് ചായ കുടിച്ചിരുന്നവർ, കളി തമാശ പറഞ്ഞിരുന്നവർ, അനേകം മനുഷ്യർ ഇന്ന് ജീവനോടെയില്ല. അതിൽ പലരെയും കുറിച്ച് ഇപ്പോഴും ഒരു വിവരങ്ങളുമില്ല, ഒരു വ്യക്തതയുമില്ല. എത്ര പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് ചോദിച്ചാൽ അതിലും കൃത്യതയില്ല. എന്ന് വെച്ചാൽ എത്ര വീടുകൾ തകർന്നു എന്നൊരു പക്ഷേ ഭരണകൂടത്തിൻ്റെ പക്കൽ കണക്കുകൾ ഉണ്ടാകും. പക്ഷെ ആ വീടുകളിലൊക്കെ ആ വീടുകൾക്കൊപ്പം മണ്ണിൽ അണ്ടുപോയവരെ കുറിച്ചൊരു കൃത്യത ഇനിയും ഉണ്ടാകാൻ വഴിയില്ല. കാരണം തലേ ദിവസം മാത്രം മറ്റിടങ്ങളിൽ നിന്ന് വിരുന്നിന് വന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടികൾക്കൊക്കെ വന്നവരുണ്ട് എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. ഒപ്പം അതിഥി തൊഴിലാളികൾ, തലേ ദിവസം മാത്രം മറ്റു നാടുകളിൽ നിന്ന് ജോലിക്കായി അവിടേക്കെത്തിയ അതിഥി സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരൊക്കെ കുറിച്ചൊക്കെ കൃത്യമായ വിവരങ്ങൾ വേണം. എന്നുവെച്ചാൽ നമ്മളൊരു 200-ലധികം എന്നുള്ള ഒരു റൗ ഫിഗർ മാത്രമാണ്. ആ കൃത്യമായ ഒരു ഫിഗറിലേക്ക് എത്താൻ ഇപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നിലവിൽ 338 എന്നുള്ളതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ. 200-ലധികം എന്ന് പറയുമ്പോൾ ആ 200 പ്ലസ് സംഖ്യയും കൂടി കൂട്ടുമ്പോൾ എന്തായാലും 500-ന് മുകളിൽ മരണസംഖ്യ വരുന്നു എന്നുള്ളതാണ്.